ഹിജ്റ 11 സഫർ മാസം അവസാനമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിക്കുന്നത്. രോഗം ബാധിക്കുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിരുന്ന മൈമുന ബീവിയുടെ വീട്ടിലായിരുന്നു. എല്ലാ ഭാര്യമാരുടെ അനുവാദ പ്രകാരം ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് അലിയുബിൻ അബി തോലിബും ഫളുലുബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹും കൂടെ എത്തുകയായിരുന്നു. രോഗസമയത്ത് പള്ളിയിലെത്താൻ കഴിയാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്തിനെ ഏൽപ്പിക്കുകയായിരുന്നു. വഫാത്ത് ദിവസം സുബൈ സമയത്ത് പള്ളിയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നു കൊണ്ട് ഇമാമത്തിൽ തുടരുകയായിരുന്നു. നിസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു ഹലാലാക്കിയതല്ലാതെ ഞാനൊന്നും ഹലാലാക്കിയിട്ടില്ല, അള്ളാഹു ഹറാമാക്കിയതല്ലാതെ ഞാനൊന്നും ഹറാമാക്കിയിട്ടില്ല. രോഗം കൂടുതലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ആയിഷ ബിയുടെ വീട്ടിൽ വഫാത്താവുകയായിരുന്നു. ആയിഷ ബിയുടെ ഉജ്റത്തു ഷരീഫിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറുള്ളത്. വർഷങ്ങൾക്ക് ഇപ്പുറം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ സിയാറത്തിന് വേണ്ടി ലക്ഷങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു തആല നമുക്കും അതിന് വിധി നൽകുമാറാകട്ടെ. ഇതുപോലുള്ള വീഡിയോകൾ ദിവസം ലഭിക്കാൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമോ അതുപോലെ തന്നെ